ഇവിടെ ചക്കരയാണോ? ചക്കരയാണോ? ആണോ? ആണോ? ഉറങ്ങണോ? എന്തുകൊണ്ടാണ് ഈ പൂച്ചകള് മോളുടെ അടുത്ത് മാത്രം വരുന്നത്? ഇതിന് സ്നേഹമുള്ളതുകൊണ്ട്. എത്ര സ്നേഹമുണ്ട്? ഒത്തിരി ഉണ്ട്. എന്തുകൊണ്ടാ സ്നേഹം? ഞാൻ അതിനെ കെയർ ചെയ്യുന്നുണ്ട്. എങ്ങനെ ഇടയ്ക്കൊന്ന് പുറത്ത് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ തിരിച്ചു വന്ന് എൻ്റെ മടി കയറിയിരിക്കും. എവിടെയായിരുന്നു ഇത്രയും നേരം എന്നുള്ളൊരു ചോദ്യമാണ് അതിൻ്റെ അകത്ത്. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോകും. അല്ലാതെ വേറെ ഒരിക്കലും അങ്ങനെ വന്നിരിക്കാറില്ല. മോൻ US നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്, ലൈഫ് ഈസ് ബെറ്റർ വിത്ത് എ ക്യാറ്റ്. വിസിറ്റേഴ്സ് മസ്റ്റ് ബി അപ്രൂവ്ഡ് ബൈ ദ ക്യാറ്റ്. കാരണം ചില വിസിറ്റേഴ്സ് വരുമ്പം പറയും ക്യാറ്റ് ഉള്ള വീടോ നമുക്ക് ബുദ്ധിമുട്ടാണ്, പൂട വരും, അത് വരും, ഇത് വരും എന്നൊക്കെ പറയും. ഐ വർക്ക് ഹാർഡ് സോ മൈ ക്യാറ്റ് ക്യാൻ ഹാവ് എ ബെറ്റർ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് അവൻ നമ്മുടെ ആ മനസ്സിലാക്കി കൊണ്ടുവന്ന കുറേ വേർഡിങ്സ് ആണത്. ഇങ്ങനെ പൂച്ച ഒരു കോമൺ ഫാക്ടറാണ്. പൂച്ചയ്ക്ക് പൊളിറ്റിക്സ് ഇല്ല. പൂച്ചയ്ക്ക് ആ വീട്ടിലുള്ള വ്യക്തിയോടോ മറ്റൊരു വ്യക്തിയോടോ ഇഷ്ടാനിഷ്ടങ്ങളൊന്നുമില്ല. ഒരു പ്രത്യേക തരത്തിലുള്ള ചായ്വുകളില്ല. ഇതിൻ്റെ പേരെന്താ? കിട്ടും. ഇതുപോലെ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. 4 എണ്ണോ? ആണോ? എന്തൊക്കെയാ പേര്? കിട്ടു, മുട്ടു, കിറ്റി, കിങ്ങിണി. ഈ പൂച്ചകള് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടാവുമല്ലോ. നിങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന പൂച്ചയുടെ ഒരു ശബ്ദമോ നോട്ടമോ ഒക്കെ ഉണ്ടോ? ദേഷ്യം വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു അതിനെ അവിടുന്ന് ഒരു സ്ഥലത്തു നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നു, കംഫർട്ടബിളായിട്ടിരിക്കുകയാണ്, ഇങ്ങനെയായിരിക്കും അത്. ഏകദേശം ഈ രീതിയിലായിരിക്കും അത് പ്രകടിപ്പിക്കുക. സ്നേഹത്തിൻ്റെ ഭാഷ എൻ്റെ വീട്ടിനകത്തുള്ള പൂച്ചയും പുറത്തുള്ള പൂച്ചകളും പ്രകടിപ്പിക്കുന്നത് പൂച്ചയുടെ എല്ലാ ഇമോഷനും എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അവരുടെ ഓരോ കരച്ചിലും എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പൂച്ചകൾ അസൂയ വന്നാലും ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ പോയി നമ്മളിങ്ങനെ വേറൊരു മനുഷ്യൻ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ പോകുന്ന ഒരു ക്യാരക്ടറാണ് പൂച്ചകൾക്കുള്ളത്. അമ്മേൻ്റെ അടുത്ത് ഫുഡ് ചോദിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഭയങ്കര പാവമാണല്ലോ, അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അമ്മ അമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ എത്ര ടയർഡായിട്ട് വന്നാലും എന്നെ കണ്ട ഉടൻ അവന് വിശന്നാൽ പിന്നെ വന്ന് കഴിക്കത്തില്ല. അവൻ എൻ്റെ മുഖത്തോട്ട് നോക്കി ഇങ്ങനെ ഒരു പ്രത്യേക ടോണിക്കാരെയും. അപ്പം ഞാനിങ്ങനെ എടുത്തു കൊടുക്കും. മീനും ഇറച്ചിയൊക്കെ കൈ കിട്ടിക്കഴിയുമ്പോൾ ഒരു മറ്റേ എന്താ പറയുക, കടുവയുടെ ഒക്കെ ഒരു മുരൾച്ച ഉണ്ടല്ലോ, അതുപോലൊരു സൗണ്ട് ഉണ്ടാക്കും. ഇനി ഇത് എൻ്റെ കൈ കിട്ടി, ഇനി ഇത് നിങ്ങൾക്ക് ആർക്കും തരത്തില്ല എന്നുള്ളത്, ആരും ഇവിടെ നിൽക്കേണ്ട പൊയ്ക്കോ എന്നുള്ളൊരു സൗണ്ടാണ്. ജീവിതത്തിൽ ഏതെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള ഘട്ടത്തിൽ പൂച്ച നിങ്ങൾക്കൊരു ആശ്വാസമായിട്ട് വന്നിട്ടുണ്ടോ? നമ്മളൊരു മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്ത് പൂച്ചകളത് സെൻസ് ചെയ്യാറുണ്ട്. ആ സെറ്റിങ്സിൽ അവർ വന്നിരിക്കുന്നെങ്കിലും അവർ സൈലൻറ്റ് കമ്പാനിയൻസ് ആയിട്ടിരിക്കുന്നത് പൂച്ചകളാണ്. ഒരു വ്യക്തി ഡിപ്രസ്ഡ് ആവുന്ന പല കാരണങ്ങളാലായിരിക്കും. ചിലപ്പോൾ ആ ഡിപ്രഷൻ്റെ കാരണം മറ്റൊരാളോട് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. ഒരു പൂച്ച നിങ്ങൾക്കുണ്ടെങ്കിൽ പൂച്ചയുമായിട്ട് നിങ്ങൾ ഈ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മനസ്സിലാവുമെന്നുള്ളതൊന്നും അല്ല ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ താങ്കളുടെ ഒരു മൂഡ് എന്താണ് ഡൗൺ ആണെന്നുള്ളത് അതിന് മനസ്സിലായി അത് അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. പക്ഷേ എങ്കിലും അത് അതിൻ്റേതായിട്ടുള്ള രീതിയിലൊരു കമ്പാഷനും സ്നേഹവും നിങ്ങൾക്ക് നൽകും. ചിലപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയം അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഈ പൂച്ചകളോടുള്ളപ്പോൾ എനിക്കൊരു വളരെ നല്ല പോസിറ്റീവ് എനർജി ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ എപ്പോഴേലും വിഷമിച്ചിരിക്കുകയോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ ഈ ബഹളം വെച്ചിരിക്കുന്ന പൂച്ച പോലും ക്വയറ്റായിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കാറുണ്ട്. നമുക്ക് ഒരു പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് പൂച്ചകൾ അടുത്തുള്ളത് ഭയങ്കര ഒരു ആശ്വാസമാണ്. അവരെ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് കെട്ടിപ്പിടിക്കുകയോ ഒന്ന് എടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മളുടെ അടുത്ത് വന്നിരിക്കുന്നത് പോലും നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിനൊരു ഭയങ്കര ഒരു ആശ്വാസം ഉണ്ടാവും. നമ്മൾ വന്ന് കെട്ടിപ്പിടിച്ച് നമ്മളെ എടുത്ത് വെക്കുന്ന സമയത്ത് ഇവർ പറിങ് സൗണ്ട് ഉണ്ടാക്കും. അതിപ്പോൾ ഞാൻ ഈയിടയ്ക്ക് വായിച്ചു, ആ പറിങ് സൗണ്ട് നമുക്ക് ഭയങ്കര ഹീലിംഗ് ആവുമെന്ന്. ഭയങ്കര ഒരു സുഖമാണ് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ആ ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് ഉള്ളിലേക്ക് ഒരു വൈബ്രേഷൻ, ഒരു
ഭയങ്കര ഒരു സമാധാനം ഫീല് തോന്നും. നമ്മൾ എത്രയായാലും ഇമോഷണലി ഡൗൺ ആകുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലോ. ലൈഫ് എന്ന് പറഞ്ഞാൽ എത്രയായാലും അപ്സ് ആൻഡ് ഡൗൺസും ഉള്ള സമയമാണ്. അങ്ങനെയുള്ളപ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ ഇവർ കൂടെ ഉള്ളതാണ് ഏറ്റവും വലിയൊരു സപ്പോർട്ട്. അവരെ കാണുമ്പോൾ നമുക്ക് ആ എന്ത് വിഷമമുണ്ടെന്ന് പറഞ്ഞാലും നമുക്കതിൽ നിന്ന് ഒന്ന് പിന്നെ ഉയർത്തെഴുന്നേറ്റ് വരാൻ പറ്റും. അത് ഭയങ്കര ഒരു സ്ട്രെങ്താണ്. നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മുടെ മക്കളെ കെട്ടിപ്പിടിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം വരില്ലേ, അതുപോലെ തന്നെയാണ്. പൂച്ച ആരാ മോക്ക്? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ബെസ്റ്റ് ഫ്രണ്ടാണ്. ക്ലാസ്മേറ്റ്സിനേക്കാളും ഒക്കെ ബെസ്റ്റാണ്. അനിയത്തിക്കാളും ബെസ്റ്റ് ഫ്രണ്ടാണ്. ആണ്. ബാബു കിട്ടുന്നുണ്ടോ? എന്തെന്ന് പറഞ്ഞപ്പോ ഇതിന്റെ ഫ്രണ്ട് അല്ല. എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പൂച്ച? ഹൗ ക്യാൻ യു ഡിഫൈൻ യുവർ പെറ്റ്? പൂച്ച എന്ന് പറയുന്നത് എനിക്ക് ഒരു സൈലൻ്റ് ആയിട്ടൊരു നല്ല പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നു. എപ്പോഴും ആരോ ഹ്യൂമൻസ് അടുത്തില്ലാത്തപ്പോഴും ഈ മൃഗം ഉള്ളപ്പം ഒരു മാനസികമായിട്ടൊരു സന്തോഷം എനിക്ക് കിട്ടുന്നുണ്ട്. തിരിച്ചു വരുമ്പം നമ്മളെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മളെ കുറേ നേരം കാണാതിരുന്നു കഴിഞ്ഞുള്ള അവരുടെ ആ ഒരു ആങ്സൈറ്റി അവർ അതിൽ നിന്ന് പുറത്തോട്ട് വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു റിലീഫാണ്. ലൈഫിൻ്റെ ഒരു ഭാഗം തന്നെ അത്. നമുക്ക് നമ്മുടെ പിള്ളേരെ പോലെ അതിനോട് ഒരു സ്നേഹം എന്ന് പറയുന്നത്. അതിനെന്തെങ്കിലും വയ്യാഴികയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സങ്കടമൊക്കെ വരും. എൻ്റെ മക്കളിൽ 3 പേരിൽ ഒരാളായിട്ട് എനിക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. എനിക്ക് അങ്ങനെ അല്ലാതെ അങ്ങനെ ഡിഫൈൻ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ അവളില്ലാത്തൊരിത് നമുക്കിപ്പം പറ്റത്തില്ല. പൂച്ച എന്ന് പറയുന്നത് എൻ്റെ ഒരു ഭയങ്കര എൻ്റെ ഒരു ആത്മാവിൻ്റെ ഒരു ഭാഗം പോലെയാണ്. എനിക്ക് പൂച്ച ഇല്ല എന്ന് എനിക്ക് ആലോചിക്കാൻ വയ്യ സത്യത്തിൽ. എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ ഭയം ഈ മൂത്ത 2 പേര്, ആദ്യം വന്ന 2 പേരെന്ന് പറയുന്ന അവർക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 11 വയസ്സായി. പലരും പൂച്ചയുടെ ആയസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നത് പലതും കേൾക്കുമ്പം ഭയമാണ് സത്യം പറഞ്ഞാൽ. എനിക്കതൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കുറച്ച് ഇമോഷണലായിപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ. അതാണ് തുടച്ചു. ആ